ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബയോഫോക്കസ്. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സുവോളജി ചാപ്റ്റർ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ്. നമ്മൾ ഈ ചാപ്റ്റർ 2 പോർഷനായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ പാർട്ട് 1 ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു പകുതി ഹാഫ് പോർഷനും അതുപോലെ തന്നെ അത്രയും പോർഷനിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യനുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. We know that all organisms are made up of cells. അല്ലേ? അപ്പോൾ നമുക്കറിയാം സെൽസ് കൊണ്ടാണ് എല്ലാ ഓർഗാനിസംസും നിർമ്മിച്ചിരിക്കുന്നത്. സോ ഈ സെൽസ്, അതായത് സിമിലർ ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്ന സെൽസ് ഒരുമിച്ചൊരു ഗ്രൂപ്പായിട്ട് ചേർന്ന് ഫോം ചെയ്യുന്നതിനാണ് നമ്മൾ ടിഷ്യൂ എന്നറിയപ്പെടുന്നത്. സോ ടിഷ്യൂസ് ആർ എ ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ് എലോങ് വിത്ത് ഇന്റർസെല്ലുലാർ സബ്സ്റ്റൻസസ് പെർഫോം എ സ്പെസിഫിക് ഫങ്ഷൻസ്. ആൻഡ് ദീസ് ടിഷ്യൂസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 4 ഇമ്പോർട്ടൻറ്റ് ടൈപ്സ്. അതിൽ നമുക്ക് 4 ഇമ്പോർട്ടൻറ്റ് ക്ലാസ്സസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ നമ്പർ 1 ഏതാണ്? എപ്പിത്തീലിയൽ ടിഷ്യൂ, നമ്പർ 2 കണക്റ്റീവ് ടിഷ്യൂ, നമ്പർ 3 മസ്കുലാർ ടിഷ്യൂ ആൻഡ് നമ്പർ 4 ന്യൂറൽ ടിഷ്യൂ. സോ ഈ 4 ടൈപ്സ് ഓഫ് ടിഷ്യൂസിനെ കുറിച്ചാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ടുള്ളത്. സോ നമുക്ക് ഓരോ ടിഷ്യൂസും ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, എപ്പിത്തീലിയൽ ടിഷ്യൂ. ഇറ്റ് പ്രൊവൈഡ്സ് എ കവറിംഗ് ഓർ എ ലൈനിങ് ഫോർ സം പാർട്ട് ഓഫ് ദ ബോഡി. അതായത് നമ്മുടെ ബോഡിയിൽ ഏതെങ്കിലും ചില പാർട്സിന് ലൈനിങ് അല്ലെങ്കിൽ ഒരു കവറിംഗ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടിഷ്യൂ ആണ് എന്തെന്ന് പറയുന്നത്? എപ്പിത്തീലിയൽ ടിഷ്യൂ. ഓൺ ദ ബേസിസ് ഓഫ് ദ നമ്പർ ഓഫ് ലെയേഴ്സ് പ്രസൻറ്റ്, എപ്പിത്തീലിയൽ ടിഷ്യൂസ് ആർ മെയിൻലി ഓഫ് 2 ടൈപ്സ്, സിമ്പിൾ എപ്പിത്തീലിയം ആൻഡ് കോമ്പൗണ്ട് എപ്പിത്തീലിയം. സോ ഈ എപ്പിത്തീലിയൽ ടിഷ്യൂസ് എത്രയാണോ കവർ ചെയ്തിരിക്കുന്നത്, അതായത് എത്ര ലെയേഴ്സ് വെച്ചാണ് കവർ ചെയ്തിരിക്കുന്നത്, ആ ലെയേഴ്സിൻ്റെ നമ്പർ അനുസരിച്ച് ഇറ്റ് മേ ബി ഓഫ് സിമ്പിൾ ഓർ കോമ്പൗണ്ട്. And if it consists of a single layer of cells, it is known as simple epithelium. ഒരൊറ്റ സിംഗിൾ ലെയർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ എന്ത് പറയും? സിമ്പിൾ എപ്പിത്തീലിയം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ സിമ്പിൾ എപ്പിത്തീലിയത്തിനെയും ഫർദർ ആയിട്ട് 3 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്പർ 1 സ്ക്വമോസ് എപ്പിത്തീലിയം, നമ്പർ 2 ക്യൂബോയിഡൽ എപ്പിത്തീലിയം, നമ്പർ 3 കോളംനാർ എപ്പിത്തീലിയം. സോ ഈ 3നെ കുറിച്ചാണ് നമുക്കിനി അടുത്ത് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. സോ സിമ്പിൾ എപ്പിത്തീലിയം എന്താണ്? സിംഗിൾ ലെയർ ഓഫ് സെൽസ് ആണ്. ഓൺ ദ ബേസിസ് ഓഫ് ദീസ് സെൽസ് ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 3 ടൈപ്സ്. ഫസ്റ്റ് വൺ, സ്ക്വമോസ് എപ്പിത്തീലിയം. ദ സ്ക്വമോസ് എപ്പിത്തീലിയം ഈസ് മെയ്ഡ് ഓഫ് സിംഗിൾ തിൻ ലെയർ ഓഫ് ഫ്ലാറ്റൻഡ് സെൽസ് വിത്ത് ഇറഗുലർ ബൗണ്ടറീസ്. സോ ഇവിടെ എന്ന് പറയുന്നത് ഫ്ലാറ്റൻഡ് സെൽസ് ആയിരിക്കും. അപ്പോൾ ഈ സ്ക്വമോസ് എപ്പിത്തീലിയം എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ലെയർ ഓഫ് ഫ്ലാറ്റൻഡ് സെൽസ് ആണ്. They are located or they are seen in walls of blood vessels and air sacs of lungs. അതായത് നമ്മുടെ ബ്ലഡ് വെസൽസിൻ്റെ കുഴലുകൾ, ആ രക്തക്കുഴലുകളിലാണ് എന്ത് ചെയ്യുന്നത്? ഈ സ്ക്വമോസ് എപ്പിത്തീലിയം കൊണ്ട് കവർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ലങ്സിലുള്ള എയർ സാക്സ്, ഈ എയർ സാക്സിനെ കവർ ചെയ്തിരിക്കുന്ന സെൽസ് ടിഷ്യൂ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സ്ക്വമോസ് എപ്പിത്തീലിയം. And what is the function of this epithelium? They are involved in function like forming and diffusion boundary. So നമുക്കറിയാം ബ്ലഡ് വെസൽസിൻ്റെ എന്താണ് ആ വാൾസ് എന്ന് പറയുമ്പോൾ അകത്തോട്ട് എന്താണ് ഡിഫ്യൂസ് ചെയ്ത് എൻട്രി ചെയ്യാൻ കാണും, പുറത്തോട്ട് പോകാനുള്ള പ്രോസസ്സും കാണും. അതുപോലെ തന്നെയാണ് നമ്മുടെ എയർ സാക്സ്, അതായത് ഡിഫ്യൂഷൻ ആയിരിക്കും. കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഓക്സിജൻ എന്താണ് അകത്തോട്ടും പുറത്തോട്ടും പോകാനുള്ള ആ ഒരു ഡിഫ്യൂഷൻ ബൗണ്ടറി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ സ്ക്വമോസ് എപ്പിത്തീലിയം ആക്ട് ചെയ്യുന്നത്. Next is cuboidal epithelium. This cuboidal epithelium is composed of a single layer of cube-like cells. അപ്പോൾ സോ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഫ്ലാറ്റൻഡ് സെൽസ് ആണ്. ഇവിടെ ക്യൂബോയിഡൽ എപ്പിത്തീലിയം, ആ നെയിം തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ എന്താണ് ഇവിടുത്തെ സെൽസിൻ്റെ ഷേപ്സ് എന്താണ്? ക്യൂബ്-ലൈക്ക് സെൽസ് ആണ്. And this is seen in the ducts of gland and the tubular parts of nephron in the kidneys. അപ്പോൾ സോ ഗ്ലാൻഡ്സ് അതായത് ഗ്ലാൻഡ് ഡക്സിലാണ് ഇത് കാണപ്പെടുന്നത്, ലൈൻ ചെയ്ത് കാണപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മുടെ കിഡ്നിയിലുള്ള യൂണിറ്റ് ആയ നെഫ്രോണിൻ്റെ ട്യൂബുലാർ പാർട്സിൽ കവർ ചെയ്ത് കാണുന്നതും ഏത് തന്നെയാണ്? ക്യൂബോയിഡൽ എപ്പിത്തീലിയം. ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് ഫങ്ഷൻ? Their main function is secretion and absorption. അപ്പോൾ സോ ഇവിടെ എന്തായിരിക്കും? അതുപോലെ സെക്രീഷൻ ചെയ്തിട്ട് അതുപോലെ തന്നെ എന്താണ് അബ്സോർബ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ആയിരിക്കും ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിന് ഉണ്ടായിരിക്കുന്നത്. നെക്സ്റ്റ് ഈസ് കോളംനാർ എപ്പിത്തീലിയം. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് എ സിംഗിൾ ലെയർ ഓഫ് ടോൾ ആൻഡ് സ്ലെൻഡർ സെൽസ്.
അപ്പോൾ സോ നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്നിലും എല്ലാത്തിലും എന്താണ് നമ്മുടെ സിംഗിൾ എപ്പിത്തീലിയത്തിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഫസ്റ്റ് വൺ പറഞ്ഞതിൽ എന്താണ് ഫ്ലാറ്റൻഡ് സെല്ലാണ്. ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിൽ എന്താണ് ക്യൂബ് ലൈക്ക് സെൽസ് ആണ്. ഇനി കോളംനാർ എപ്പിത്തീലിയത്തിൽ എന്താണ് സിംഗിൾ ലെയർ ഓഫ് ടോൾ ആൻഡ് സ്ലെൻഡർ സെൽസ് ആയിരിക്കും കാണപ്പെടുന്നത്. ആൻഡ് ദർ ന്യൂക്ലിയർ ലൊക്കേറ്റഡ് അറ്റ് ദർ ബേസ്. ഇവിടെ ബേസിലായിരിക്കും സെല്ലിൻ്റെ ബേസിലായിരിക്കും എന്ത് കാണപ്പെടുന്നത് ന്യൂക്ലിയസ് കാണപ്പെടുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ ഇന്നർ ലൈനിങ് ഓഫ് സ്റ്റൊമക് ആൻഡ് ഇൻഡസ്റ്റൈൻ. സ്റ്റൊമക്കിൻ്റെ സ്റ്റൊമക്ക് ലൈൻ ചെയ്തിരിക്കുന്നത് ഏത് ടൈപ്പ് എപ്പിത്തീലിയം എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് കോളംനാർ എപ്പിത്തീലിയം. അതുപോലെ തന്നെ നമ്മുടെ ഇൻഡസ്റ്റൈൻ ലൈൻ ചെയ്തിരിക്കുന്നതും കോളംനാർ എപ്പിത്തീലിയം തന്നെയാണ്. ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷൻ ഈസ് വിച്ച് ഹെൽപ്സ് ഇൻ സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിൻ്റെ അതേ ഫംഗ്ഷൻ തന്നെയാണ് എന്തെന്ന് പറയുന്നത് കോളംനാർ എപ്പിത്തീലിയത്തിനും. എന്താണ് സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ ആണ് ഇതിൻ്റെയും ഫംഗ്ഷൻ. നെക്സ്റ്റ് ഈസ് സീലിയേറ്റഡ് എപ്പിത്തീലിയം. ഇറ്റ് ഈസ് ആൻ എപ്പിത്തീലിയം വിച്ച് ഈസ് സ്പെഷ്യലൈസ്ഡ് ഫോർ സ്പെസിഫിക് ഫംഗ്ഷൻ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കോളംനാർ ആൻഡ് ക്യൂബോയിഡൽ സെൽസ് ഇവരുടെ എന്ത് കാണുന്നു സീലിയ ബിയർ ചെയ്ത് കാണുന്ന ചില എപ്പിത്തീലിയത്തിനാണ് എന്ത് വിളിക്കുന്നത് സീലിയേറ്റഡ്. ദാറ്റ് മീൻസ് സീലിയ ഈസ് പ്രസൻറ്റ് and its function is to move particles of mucus in a specific direction over the epithelium. അതായത് നമുക്കറിയാം സീലിയുടെ ഫംഗ്ഷൻ എന്തായിരിക്കും ചില പാർട്ടിക്കിൾസിനെ മൂവ് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ അതേ ഫംഗ്ഷൻ തന്നെയാണ് ഇവിടെ സീലിയഡ് എപ്പിത്തീലിയവും പെർഫോം ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് മെയിൻലി പ്രസൻറ്റ് ഇൻ ദ ഇന്നർ സർഫസ് ഓഫ് ഹോളോ ഓർഗൻസ് ലൈക്ക് ബ്രോങ്കിയോൾസ് ആൻഡ് ഫലോപ്പിയൻ ട്യൂബ്യൂൾസ്. അപ്പോൾ സോ ഇന്നർ ഓർഗൻസിൽ അതായത് ഇന്നർ സർഫസിലുള്ള ഇതിലായിരിക്കും എന്ത് ചെയ്യുന്നത് ഈ സീലിയേറ്റഡ് എപ്പിത്തീലിയം പ്രസൻ്റ് ആയിരിക്കുന്നത്. ദാറ്റ് മീൻസ് ബ്രോങ്കിയോൾസ്. നമുക്കറിയാം ലങ്സിൻ്റെ അകത്തുള്ള ബ്രോങ്കിയോൾസിലാണ് എന്ത് ചെയ്യുന്നത് അവിടെ എന്തെങ്കിലും ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അതിനെ മൂവ് ചെയ്ത് കളയാനും. അതുപോലെ തന്നെ ഫലോപ്പിയൻ ട്യൂബ്യൂൾസ് നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആയിട്ടുള്ള ഓവറിക്കകത്ത് കാണുന്ന ഒരു പാർട്ടാണ് എന്തെന്ന് പറയുന്നത് ഫലോപ്പിയൻ ട്യൂബ്സ്. ഇതിൻ്റെ ഇന്നർ സർഫസിലും കാണപ്പെടുന്നത് എന്ത് തന്നെയാണ് സീലിയേറ്റഡ് എപ്പിത്തീലിയം തന്നെയാണ്. Next we have to discuss the functional modification of epithelium. So we know that some of the columnar or cuboidal cells get specialized for secretion and are called glandular epithelium. So they are mainly of two types. First one unicellular glandular epithelium and number two multicellular glandular epithelium. So നമ്മൾ നേരത്തെ പറഞ്ഞ എപ്പിത്തീലിയത്തിൻ്റെ ഫങ്ഷണൽ മോഡിഫിക്കേഷൻ അതായത് ഓരോ ഫംഗ്ഷന് വേണ്ടിയിട്ട് എന്താണ് മോഡിഫൈ ചെയ്തിരിക്കുന്നതാണ് നമ്മൾ പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്താണ് യൂണിസെല്ലുലാർ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയമാണ്. അതായത് ഇതിൽ എന്തായിരിക്കും ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഐസൊലേറ്റഡ് ഗ്ലാൻഡുലാർ സെൽസ് ആയിരിക്കും. ആൻഡ് എക്സാമ്പിൾ എന്താണ് ഗ്ലോബറ്റ് സെൽസ് ഓഫ് അലിമെൻ്ററി കനാൽ. And number two multicellular glandular epithelium. It consists of a cluster of cells ആയിരിക്കും. Example salivary gland. And this is the functional modification of the epithelium. Next is the type of glands. On the basis of the mode of pouring of their secretions, glands are divided into two categories. First one exocrine glands and number two endocrine glands. What is exocrine gland? These glands secretes mucus, saliva, earwax, oil, milk, digestive enzymes and other cell products, and these products are released through ducts or tubes. So exocrine gland in the main speciality ennaanu paranju kayal they have a ducts or tubes present, and in endocrine gland they do not have a ducts. അപ്പോൾ ഇത് തന്നെയാണ് ഈ രണ്ട് ഗ്ലാൻഡും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ഡക്ട് ഗ്ലാൻഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എക്സോക്രൈൻ ഗ്ലാൻഡ് ആണ്. എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ എന്താണ് ഡക്ട്ലെസ് ഗ്ലാൻഡ് ആണ്. സോ ഈ എക്സോക്രൈൻ ഗ്ലാൻഡിൽ സെക്രീറ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ മ്യൂക്കസ്, സലൈവ, ഇയർ വാക്സ് ഈ സെൽ പ്രോഡക്ട്സ് ഒക്കെ സെക്രീറ്റ് ചെയ്യുന്ന ഏതിലാണ് എക്സോക്രൈൻ ഗ്ലാൻഡ്സിലാണ്. ആൻഡ് ഇൻ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്രീഷൻസിനെ കളക്റ്റീവ്ലി നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോർമോൺസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ സോ ഈ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നു ഡക്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ബ്ലഡിൽ അതായത് ഡയറക്റ്റായിട്ട് ബോഡി ഫ്ലൂയിഡിൽ എന്ത് ചെയ്യുന്നു ഇമേഴ്സ് ചെയ്ത് വിടുന്നു. സോ ദിസ് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. Next moving on to junctional complex. So in nearly all animal cells, specialized junctions provide both structural and functional links between its individual cells. അപ്പോൾ നമുക്കറിയാം ഓരോ സെൽസ് തമ്മിലുള്ള ഒരു കണക്റ്റിംഗ് ലിങ്ക് ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ജംഗ്ഷണൽ കോംപ്ലക്സ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സോ ഈ പറഞ്ഞ ഈ ഫങ്ഷണൽ ലിങ്ക്സ് എന്ന് പറയുന്നത് സെൽസ് അതായത് രണ്ട് സെൽസ് തമ്മിലൊരു കണക്ഷൻ ലിങ്ക് ആണ്. സെൽസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ത്രൂ ദീസ് കോംപ്ലക്സ് ആണ്. ആൻഡ് ദീസ് സെൽ ജംഗ്ഷൻസ് ആർ found in epithelium and other tissues,
ആൻഡ് ദേ ആർ കോൾഡ് as tight junction, adhering junctions and gap junctions. അപ്പോൾ ഈ 3 രീതിയിലായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, എപ്പിത്തീലിയം അതുപോലെ തന്നെ ബാക്കിയുള്ള ടിഷ്യൂസിലും സെൽ ജംഗ്ഷൻസ് കാണപ്പെടുന്നത്. സോ ഈ ഓരോന്നും എങ്ങനെയാണ് ഇത് ആക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. First one, tight junction. It helps to stop substances from leaking across a tissue. And what is the function of tight junction? Helps to stop substances from leaking across a tissue. And next is adhering junction. It performs cementing to keep neighboring cells together. അപ്പോൾ നൈബറിങ് സെൽസ്, അതായത് അടുത്തടുത്തുള്ള സെൽസുകളെ തമ്മിൽ ജോയിൻറ്റ് ചെയ്യുന്ന ഒരു സിമെൻറ്റിങ് മെറ്റീരിയൽ ആയിട്ടാണ് എന്ത് ജംഗ്ഷൻസ് വർക്ക് ചെയ്യുന്നത്, അഡിയറിങ് ജംഗ്ഷൻസ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇസ് ഗ്യാപ്പ് ജംഗ്ഷൻ. And it helps to facilitate the cells to communicate with each other by connecting the cytoplasm of adjoining cells for rapid transfer of ions, small molecules and sometimes big molecules. അപ്പോൾ ഇവിടെ ഗ്യാപ്പ് ജംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഇവർ മെയിൻലി എന്താണ് ഫംഗ്ഷൻ, എന്താണ്, കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ എന്നാണ്. അതായത് രണ്ട് സെൽസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഗ്യാപ്പ് ജംഗ്ഷൻ. അതെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, സൈറ്റോപ്ലാസത്തിൽ നിന്നാണ് രണ്ട് സൈറ്റോപ്ലാസവും കൂടി കണക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഗ്യാപ്പ് ജംഗ്ഷൻസ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ ഇൻവോൾവ് ദ ട്രാൻസ്ഫർ ഓഫ് അയോൺസ്, അതുപോലെ തന്നെ സ്മോൾ മോളിക്യൂൾസ് ആൻഡ് സംടൈംസ് എന്ത് ചെയ്യുന്നു, ബിഗ് മോളിക്യൂൾസ് ട്രാൻസ്ഫർ ചെയ്യാനും എന്ത് ചെയ്യുന്നു, ഈ ഗ്യാപ്പ് ജംഗ്ഷൻസിൽ കൂടി പോസിബിൾ ആയിരിക്കുന്നു. നെക്സ്റ്റ് ഈസ് കണക്റ്റീവ് ടിഷ്യൂ. അപ്പോൾ സോ നമ്മൾ ഇത്ര നേരം പറഞ്ഞിരുന്ന സിമ്പിൾ എപ്പിത്തീലിയം കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്താണ്, കണക്റ്റീവ് ടിഷ്യൂ ആണ്. ആൻഡ് ഇറ്റ് ഈസ് മോസ്റ്റ് അബണ്ടന്റ് ആൻഡ് വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ ബോഡി ഓഫ് കോംപ്ലെക്സ് അനിമൽസസ്. അപ്പോൾ സോ കോംപ്ലെക്സ് ആയിട്ടുള്ള അനിമൽസിലാണ് എന്ത് കാണപ്പെടുന്നത്, കണക്റ്റീവ് ടിഷ്യൂസ് വളരെ വൈഡ്ലി ആയിട്ട് കാണപ്പെടുന്നത്. And it is named connective tissue because of the special function of linking and supporting other tissues or organs of their body. അപ്പോൾ പേരിൽ പറയുന്നത് പോലെ തന്നെ എന്താണ്, കണക്റ്റീവ് ടിഷ്യൂ, ദാറ്റ് മീൻസ് ലിങ്കിങ് ആൻഡ് സപ്പോർട്ടിങ് അതർ ടിഷ്യൂസ് ഓർ ഓർഗൻസ്. അപ്പോൾ ഒരു ബോഡിയിലെ മറ്റു ടിഷ്യൂസിനെയോ അതുപോലെ തന്നെ ഓർഗൻസിനെയോ ലിങ്ക് ചെയ്യുകയും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുകയും കൊണ്ട് തന്നെയാണ് ഈ ടിഷ്യൂസിൻ്റെ ആ പേര് എന്ത് ചെയ്തിരിക്കുന്നത്, കണക്റ്റീവ് ടിഷ്യൂ എന്നുള്ള പേര് തന്നെ വന്നിരിക്കുന്നത്. കണക്റ്റീവ് ടിഷ്യൂവിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് എയറോളാർ ടിഷ്യൂസ് ആണ്. സോ ഇറ്റ് ഈസ് എ കണക്റ്റീവ് ടിഷ്യൂ പ്രസൻറ്റ് ബെനീത്ത് ദ സ്കിൻ. നമ്മുടെ സ്കിന്നിൻ്റെ ജസ്റ്റ് താഴെയായിട്ട് കാണപ്പെടുന്ന ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ് എയറോളാർ ടിഷ്യൂ എന്നറിയപ്പെടുന്നത്. ആൻഡ് ഇറ്റ്സ് മെയിൻ ഫങ്ഷൻ ഈസ് ടു പ്രൊവൈഡ് എ സപ്പോർട്ട് ഫ്രെയിംവർക്ക് ഫോർ ദ എപ്പിത്തീലിയം. അതായത് എന്താണ്, നമ്മുടെ ഒരു എപ്പിത്തീലിയത്തിന് വേണ്ടി ഒരു സപ്പോർട്ട് ഫ്രെയിംവർക്ക് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, എയറോളാർ ടിഷ്യൂസ് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ഈ എയറൽ ടിഷ്യൂസിനകത്ത് എന്തൊക്കെ കാണപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് ഫൈബ്രോബ്ലാസ്റ്റ്, മാക്രോഫേജസ് ആൻഡ് മാസ്റ്റ് സെൽസ്. അപ്പോൾ ഈ പറയുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസ് എല്ലാം ഏതിൽ തന്നെ കാണപ്പെടുന്നു, എയറോളാർ ടിഷ്യൂസിൽ തന്നെ കാണപ്പെടുന്നു. ആൻഡ് ഫൈബ്രോബ്ലാസ്റ്റ് മീൻസ് ദ സെൽസ് ദാറ്റ് പ്രൊഡ്യൂസ് ആൻഡ് സെക്രീറ്റ് ഫൈബേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്, ഫൈബ്രോബ്ലാസ്റ്റ്. അതുപോലെ തന്നെ മാക്രോഫേജസ് ആൻഡ് മാസ്റ്റ് സെൽസ്, ഇതൊക്കെ എന്തായിട്ട് നമ്മുടെ ഡിഫൻസ് മെക്കാനിസത്തിന് വേണ്ടിയിട്ടുള്ള സെൽസ് ആണ്, മാക്രോഫേജസ് ആൻഡ് മാസ്റ്റ് സെൽസ്. സോ ദീസ് 3 cells are present in areolar tissue. And next is adipose tissue. It is located mainly beneath the skin. ഇതും എവിടെ തന്നെയാണ്, സ്കിന്നിൻ്റെ താഴെ തന്നെയാണ് കാണപ്പെടുന്നത്. ഈ അഡിപ്പോസ് ടിഷ്യൂവിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ടു സ്റ്റോർ ഫാറ്റ്സ്. നമ്മുടെ സ്കിന്നിൻ്റെ താഴെ ഫാറ്റ് സ്റ്റോർ ചെയ്ത് വച്ചിരിക്കുന്ന സെൽസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, അഡിപ്പോസ് ടിഷ്യൂ എന്ന് അറിയപ്പെടുന്നത്. The excess of nutrients which are not used immediately are converted into fats and are stored in this tissue. അപ്പോൾ സോ ഇവിടെ എന്ത് ചെയ്യുന്നു, എക്സസ് ആയിട്ടുള്ള ന്യൂട്രിയൻസ്, നമ്മുടെ ബോഡിയിൽ എക്സസ് ആയിട്ടുള്ള ന്യൂട്രിയൻസിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ഫാറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഈ ടിഷ്യൂവിൻ്റെ താഴെ എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്ത് വെക്കുന്നു. സോ ദാറ്റ് ഈസ് ദ മെയിൻ ഫങ്ഷൻ ഓഫ് അഡിപ്പോസ് ടിഷ്യൂ. ആൻഡ് നെക്സ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ ഈസ് ടെൻഡോൺ ആൻഡ് ലിഗമെന്റ്. And these are under dense regular connective tissues. And in tendons they attach skeletal muscle to bones. അപ്പോൾ നമ്മുടെ ബോൺസിന് ചുറ്റും എന്ത് കാണപ്പെടുന്നു, സ്കെലറ്റൽ മസിൽസ് കാണുന്നു. സോ ഈ സ്കെലറ്റൽ മസിൽസിനെ നമ്മുടെ ബോൺസുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ് എന്തെന്ന് വിളിക്കുന്നത്, ടെൻഡോൺസ് എന്നറിയപ്പെടുന്നത്. ആൻഡ് നമ്പർ 2 ലിഗമെൻറ്റ്സ് വിച്ച് അറ്റാച്ച് വൺ ബോൺ ടു അനദർ ബോൺ. അതായത് ബോണുകൾ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ് എന്തെന്ന് വിളിക്കുന്നത്, ലിഗമെൻറ്റ്സ്. സോ ടെൻഡോൺസ് എന്താണ്, സ്കെലറ്റൽ മസിൽസ് ടു ബോൺസ് ആൻഡ് ലിഗമെൻറ്റ്സ് ബോൺ ടു ബോൺ. സോ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയ ബേസിൽ നിന്നും ഫസ്റ്റ് കുറച്ച് പോയിൻ്റാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇത്രയും പാർട്ടിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം.
അപ്പോൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടെൻഡോൺസ് ആൻഡ് ലിഗമെൻറ്റ്സ് ആർ എക്സാമ്പിൾസ് ഓഫ് ഡാഷ് ടിഷ്യൂ. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 2, മാച്ച് കോളം എ വിത്ത് ദോസ് ഇൻ കോളം ബി ആൻഡ് സി. സോ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ എപ്പിത്തീലിയത്തിന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ അതിൻ്റെ ലൊക്കേഷൻ ആൻഡ് ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ട് ഫില്ല് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3, എമംഗ് ദ ഫോളോയിങ് ബോഡി പാർട്സ് സ്ക്വമോസ് എപ്പിത്തീലിയം ഈസ് ഫൗണ്ട് ഇൻ. സോ നമുക്കറിയാം എവിടെയാണ് സ്ക്വമോസ് എപ്പിത്തീലിയം കാണപ്പെടുമ്പോൾ താഴത്തെ നിൽക്കുന്ന ഓപ്ഷനിൽ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് എഴുതുക. ആൻഡ് റൈറ്റ് എനി വൺ ഫംഗ്ഷൻ ഓഫ് കോമ്പൗണ്ട് എപ്പിത്തീലിയം. Fourth question, identify the following tissues. Tissue that stores fat, tissue that connects bone together, tissue that connects bones to muscle, tissue that conducts impulses. സോ ഇത് ഏതൊക്കെയാണെന്നുള്ള ടിഷ്യൂസ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. സോ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ ആൻസേഴ്സ് എഴുതാനായിട്ട് സാധിക്കുന്നു. Fifth one, select the connective tissue from the following and write one characters of each tissue. Areolar tissue, neural tissue, adipose tissue and cardiac tissue. സോ ഇതിൽ കണക്റ്റീവ് ടിഷ്യൂസ് ഏതൊക്കെയാണെന്നുള്ളത് സെലക്ട് ചെയ്ത് എഴുതിയതിന് ശേഷം അതിൻ്റെ ക്യാരക്ടേഴ്സ് എഴുതുക. സിക്സ്ത് ക്വസ്റ്റ്യൻ, നെയിം എനി 2 secretions ഓഫ് എക്സോക്രൈൻ ഗ്ലാൻഡ്സ്. സെവൻത് വൺ, ഒബ്സർവ് ദ ഫോളോയിങ് ചാർട്ട് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ തന്നിരിക്കുന്ന ചാർട്ടിൽ എന്ത് ചെയ്യണം, ABC ഏതൊക്കെയാണെന്നുള്ളത് ഫില്ല് ചെയ്ത് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫിൽ ദ ബ്ലാങ്ക്സ്. സോ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നിരിക്കുന്ന പോയിൻറ്റ്സ് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് മതിയാകും. നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ അത്രയും ഒരു പോർഷനിൽ നിന്ന് ചോദിക്കുന്ന ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻസിലൂടെ ചോദിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. സോ വീണ്ടും അടുത്ത ക്ലാസ്സുമായി നമുക്ക് കാണുന്നത് വരെ ഹാപ്പി ലേണിംഗ്.